പിന്നെ കൊറേ ആൾക്കാർ ചോദിച്ചിരുന്നു മമ്മൂട്ടിയാക്കാനെ മിനി കൂപ്പർ ഒന്ന് കാട്ടി കൊടുക്കുമെന്ന്. ഇതൊക്കെ നമ്മളെ മമ്മൂട്ടിയാക്കാനെ മിനി കൂപ്പറാണ്. അപ്പൊ ഇവിടെ അടിച്ചൊരു തുടക്കുന്ന പണിയാണ്. അപ്പൊ അയാൾക്ക് ചെറിയൊരു ചടപ്പ്. ഹായ്, അസ്സലാമു അലൈക്കും. ഇന്ന് വേറൊരു വീഡിയോ ആയിട്ട് വന്നാണ് കേട്ടോ. വേറൊരു വീഡിയോ പറഞ്ഞാൽ നമ്മൾ സാധാരണ ഞായറാഴ്ച ശനിയാഴ്ചയാണ് നമ്മളെ ബാപ്പയും മക്കളും എന്നുള്ള മെയിൻ ചാനലിലേക്ക് വീഡിയോ എടുക്കൽ, നബീസുമായിട്ട് ബിരാങ്കൊക്കെ ആയിട്ട്. അപ്പോൾ അതിൻ്റെ ഓരോ ഭാഗങ്ങളിൽ നിന്ന് എടുക്കാൻ പോകുന്നുണ്ട്. ഏതായാലും പണിയൊന്നുമില്ല. അപ്പോൾ കുറച്ച് ആൾക്കാരെ കൂട്ടിക്കാണ്ടേ അതിൻ്റെ ഓരോ ഭാഗങ്ങൾ 2 ഭാഗം കൂടി എടുക്കാനുള്ളൂ. അപ്പോൾ അത് എടുക്കാൻ വേണ്ടി പോകുള്ളൂ. അപ്പോൾ അതിൻ്റെ മുന്നേ പെരീത്ത ഭാഗങ്ങളൊക്കെ നിങ്ങൾക്കൊന്ന് കാട്ടിത്തരാന്ന് കേട്ടിട്ട് നാളെ കാട്ടിക്കുന്നത്. നല്ല പത്തിരിടൽ എത്ര നേരത്തെ തന്നെ അല്ല വള, എന്തിനെത്ര നേരത്തെ പത്തിരിടണു? ഇത് കുറച്ചുള്ളൂ. പത്ത് പരിപാടി കഴിച്ച് കല്യാണമായിട്ടാ പോകുന്നു. അപ്പൊ നേരത്തെ ഒന്ന് ലോറിസ്കരിച്ച് ഒന്ന് കിടന്നുറങ്ങാലല്ല. അങ്ങനത്തെ മറവി റെഡിയാണ് കേട്ടോ. മറന്നുകാട് എടുത്ത് തിന്നണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഞാനൊന്ന് ഡ്രസ്സൊക്കെ മാറ്റണം, നല്ല മൂക്കടക്കുള്ളൂ മോനെ. നല്ല കരിയാത്ത പത്തിരിന്റെ പെണ്ണുണ്ടാക്കി നോക്കി വരക്കാണ്. ഓള് ആദ്യമായിട്ടൊരു പത്തിരി ഉണ്ടാക്കാണ്. ഇത് നോൻപായ എത്ര ദിവസം പത്തിരി ഉണ്ടാക്കി? 4-5 ദിവസം ആകെ നോൻപ് ുള്ളൂ. എന്നിട്ടാണ് ഈ 4-5 ദിവസം ഉണ്ടാക്കിയിട്ടുള്ളത്. പൊന്നാര തെങ്ങന്മാരെ ഒരു ദിവസം ഉണ്ടാക്കലില്ല. ഞാൻ ഇങ്ങനെ പറയലാണ് പത്തിരി ഉണ്ടാക്കരുത്. പൊറാട്ടക്കൊക്കെ വിളിച്ചറിയാം, എന്നിട്ട് അത് കൊണ്ടിരിച്ച അതൊക്കെ പരിപാടി. അല്ലെങ്കിൽ ദോശ ഇടാ വേണ്ടല്ല, അരച്ചിക്കാണ്ട് ദോശ ഇടാന്. നിങ്ങളെ പേരിലൊക്കെ എന്താ കടി ഉണ്ടാക്കലെന്നോ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം. അടിയിൽ ഈ നോൻപറക്കണ നേരത്തേക്ക് നല്ല കടി എന്താ ഉണ്ടാക്കണമെന്ന് എനിക്ക് തോന്നി. പത്തിരി ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക ഇതാണ് കേട്ടോ. ഞങ്ങൾ സ്ഥിരമായിട്ട് പത്തിരി ഉണ്ടാക്കലുണ്ട് എന്നുള്ളത്. ഇതൊക്കെ എന്റെ ചെറിയ കുട്ടി. നീനോ എന്താ പരിപാടി? എന്താക്കുവാണി ചെറിയ കുട്ടിക്ക്? പിന്നെ എന്തെങ്കിലും ഒന്ന് കളിച്ചാൻ കിട്ടിയാ മതി. പിന്നെ നോൾക്ക് എന്താ മീന് ഇന്നിപ്പോ സാധനം ഇപ്പൊ പോയി പിടിച്ചോടുന്ന കൊടുത്താണല്ലോ തോട്ടുന്ന്. ഇതിൽ എവിടെടാ മീന് താനിപ്പോ കൊന്നാ നീ അതിനെ? ഇതിലുണ്ടാ? അപ്പൊ ഏതായാലും ഞങ്ങൾ വീഡിയോ പോയി എടുക്കട്ടെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാനും കമന്റ് ചെയ്യാനും അതേമാതിരി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണും. കുറെ ആൾക്കാർ ഇനിയുണ്ട് കേട്ടോ. അപ്പൊ ചാനലൊക്കെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് ആ ബെല്ലൈക്കനും കൂടി നമ്മൾ. അപ്പൊ വീഡിയോ മുഴുവനെ കണ്ടോളി. മാഷിനോട് ചോദിച്ചാണ്, മാഷ് വൈനും നടനാണ്, മാഷിന് വരാൻ കുറച്ച് ഡിമാൻഡാന്നുള്ളൂ. ഒരു വീഡിയോ പറഞ്ഞാൽ ചുരുങ്ങിയത് ഒരു 10-12 സീൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു 8 സീനൊക്കെ ഉണ്ടാവും. ഒരു 2 സീനും കൂടി എടുക്കാനുള്ളൂ. ഇന്ന് വിടാനുള്ള വീഡിയോ കേട്ടോ. ഇന്നിപ്പോൾ വ്യാഴാഴ്ചയാണ്. ഇന്നിപ്പോൾ ഡേറ്റ് ഇപ്പോൾ എത്ര 21-ാം തീയതിയാണ്. ഇന്ന് വിടാനുള്ള വീഡിയോ കേട്ടോ. അപ്പോൾ 2 സീൻ എടുക്കാനുള്ളൂ. അപ്പോൾ ആ 2 സീന് മാത്രമേ ഞങ്ങൾ കാണിച്ചു തരാം. കാരണം ഞാൻ ഈ രൂപത്തിലാണ്. ഞാൻ ബിരാങ്കൊന്നും ആയിട്ടില്ല. ബിരാങ്കൊക്കെ ആയിട്ടുള്ള രംഗമാകുമ്പോൾ പിന്നെ വീഡിയോ എടുക്കലൊന്നും നടക്കൂല എന്നുള്ള രീതിയിൽ. അപ്പോൾ 2 സീനുള്ളൂ. അപ്പോൾ 2 സീനൊന്ന് നമ്മളൊന്ന് കണ്ടു നോക്കി. കഴിഞ്ഞു പോന്നാ? ഞാനിവിടെ പഞ്ചായത്തിന്റെ അവിടെ ഉണ്ട്. നമുക്ക് വേഗം കഴിച്ചിലാക്കാം. നമുക്ക് മായമുട്ടിയാക്ക് ഒറ്റക്കോ? മായമുട്ടിയാക്ക് ഒറ്റക്കാ? നിങ്ങൾ നോക്കിയൊക്കെ നിന്നോളി, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിക്കോളി. നിങ്ങളെ വില്ലേജ് ഓഫീസ് വന്നിട്ട് ഒരാൾ വരായിട്ടുള്ള ഒരു ഇതുണ്ടല്ലോ. മറ്റേ സൈഡിക്കൊക്കെ നോക്കിക്കോളി. നേരെ വന്നിക്കാണ്ടേ ഇങ്ങനെ വന്നിക്കാണ്ട് ഇങ്ങനെ നിൽക്കാണ്ട് വെച്ചാൽ മതി. എന്റെ കാലത്ത് എത്ര നേരത്തെ വില്ലേജ് കൊണ്ടുവന്ന് വെച്ചാൽ മതി.
അടന്നോട്ടെ മൂപ്പര് വന്നത് ചെറിയ എന്തൊക്കെയോ ഒരു മറവുള്ള മാതിരി ഉണ്ടാവും. അല്ലെങ്കിൽ പെട്ടെന്ന് വന്നേക്ക് ചോദിക്കണ്ട. നിങ്ങൾ വന്നേക്ക് ഇങ്ങനെ മുഖത്തേക്കൊക്കെ നോക്കിക്കണ്ടേ എന്താ അങ്ങോട്ട് പോകണ്ട. ഈ നിർത്തം എന്നാ മതി. ഈ നിർത്തം എന്നൊക്കെ ചോദിച്ചാൽ മതി. അതൊരു പെട്ടെന്ന് നമ്മളെന്താ പറഞ്ഞു വെച്ചിട്ടാണ് ചോദിച്ച മാതിരിയായി തോന്നി. അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പൊ അതൊന്ന് മാറ്റിയെടുക്കാം. നീ മമ്മൂട്ടിയാക്കാരുടെ ഒരു ചോദ്യവും കൊടുക്കേ. എത്രമിക്ക തുറക്കം വെച്ചാൽ മതി. 10 മണിയാവും പറഞ്ഞാൽ മതി. അപ്പൊ ഇനിയിപ്പോ ഇയാള് അപ്പൊ പറഞ്ഞോളൂ. നിങ്ങൾ വിളിച്ചോളൂ. നിങ്ങള് നമ്മളെ അങ്ങനെയാണല്ലോ. ഇപ്പൊ ഒരാളെ ഒരു ആ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് അവിടെ നിന്ന് നടന്നു വരിക. ഒരു ചെറിയ നടത്തം. ഒന്നും പറയണ്ട. അത് ചെയ്യാം. ഞാൻ പറയുന്നു കുറച്ച് വേഗം കോഴിക്കോട് മുട്ട ശരിക്കും വില്ലേജിക്ക് ശരിക്കും വില്ലേജിക്ക് എന്നാ മാറി നോക്കി എത്ര മണിക്കാ തുറക്കു വെച്ചാൽ മതി. അല്ല ഇച്ചതിന്റെ പുറത്തൊന്നുമില്ല. പിന്നെ എന്തേലും സംഗതി എന്താ ഇപ്പൊ വില്ലേജിക്ക് ഇപ്പൊ എന്തേലും ചെറിയ സംഗതി പറഞ്ഞാൽ മതി. അപ്പൊ മുഖത്ത് നോക്കി നിന്നോളൂ. ഇപ്പൊ റമദാനൊക്കെ അതുകൊണ്ട് ഇപ്പൊ കിറ്റും അതും ഇതൊക്കെ കിട്ടലില്ലേ. അതുകൊണ്ട് പിന്നെ ഇപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകാതെ പോകൂലേ. കട്ട് അത് മതി. അത് കുഴപ്പമില്ലല്ലോ. പേപ്പർ ഏതായാലും ആയില്ലേ. അപ്പോക്കെ ഇവിടെ അടിച്ചൊരു തുറക്കണ പണിയാണ്. അപ്പൊ അയാൾക്ക് ചെറിയൊരു ചടപ്പ്. അപ്പൊ അങ്ങനെ അഭിനയം പഠിക്കാൻ നിർത്തുന്നില്ല. പിന്നെ ഗവൺമെന്റ് ശമ്പളല്ലേ പറഞ്ഞില്ല. അതിന് സർക്കാർ നിങ്ങൾക്ക് ശമ്പളം തരുന്നുണ്ടല്ലോ എന്ന് പറയണ്ട. സർക്കാരെ കുട്ടിയോട്ടരെ കിട്ടുവച്ച അതല്ല നിങ്ങളിങ്ങനെ പറഞ്ഞാലേ. അപ്പോക്ക കാക്ക ഒരു 10 മണിയൊക്കെ ആവും ഇവിടെ തുറക്കാന്. പിന്നെപ്പോ നിങ്ങളിപ്പോ ഈ ഒരു സംഗതിക്ക് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. നിങ്ങൾ അവിടെ അസയിൽ പോയാൽ മതി. അവിടുന്ന് ശരിയാക്കി തരൂ ഇത്. 10 മണിയൊക്കെ ആവും എന്ന് പറഞ്ഞാൽ മതി. ആക്ഷൻ. അതാണ് അതൊന്നും പറയണ്ട. ഇന്റെ പേരിലുണ്ട് കുറച്ച് കിറ്റ് വന്നിട്ട്. ഈ റംസാൻ കുറച്ച് കൂടുതലാണ്. കിറ്റിന്റെ കാര്യമൊന്നും പറയാനുള്ളത്. ആകെ 2 മുടിയുള്ളൂ. ആ ഒരു മുടി നാളെ ഓരോരുത്തർ കൊണ്ട് തന്നിട്ട് എത്താപ്പോഴും കാട്ടുന്നതാണ്. കട്ട് ഇനി അപ്പൊക്കെ പറഞ്ഞെത്തറിയോ ഒരു കിറ്റിന് നമ്മളെ ഭാഗത്ത് ഒരുപാട് കിറ്റ് ഒരു കിറ്റ് പൊന്നാരാ പോക. ഇത് വീഡിയോ എടുക്കാൻ നിങ്ങളെ ജീവിതം അങ്ങനെ ആവാൻ വേണ്ടി പറയല്ല. ഞങ്ങളാരും കിറ്റ് ഈ വീഡിയോ കണ്ടിട്ട് ഞാനേ കിറ്റ് കൊടുത്ത് നിങ്ങൾ പറയണേ. ഉള്ളള്ളി ഞമ്മക്കല്ല അറിയാം. ഇഞ്ചു പഠിച്ചോനല്ല അറിയുള്ളൂ. എന്റെ ഉള്ളള്ളി പറഞ്ഞാൽ മതി. ആക്ഷൻ. പുറത്തേക്ക് കാണാൻ ഇത് കണ്ടുകാണ്ടാണ് ആൾക്കാരെ കണക്ക് കൂട്ടിന്റെ കാര്യം. പുറത്ത് കാണാം. അങ്ങനെ പറഞ്ഞാൽ നിങ്ങള് ചേനും എന്റെ ആവശ്യം ചെയ്യാനും ആവാതിരിക്കണ്ട് കേട്ടിട്ടാണ്. ആക്ഷൻ. ആളെ ആവശ്യം നോക്കിയിട്ടല്ല ഇപ്പൊ ആൾക്കാരെ കൊടുക്കണ്ടേ. കാരണം ഓരോരുത്തരുടെ അവസ്ഥ ഇപ്പൊ ഓരോരുത്തർക്കല്ല അറിയുള്ളൂ. ഇതിപ്പോ ഓനുവാന്റെ അവസ്ഥ വളരെ മോശമില്ലാണ്. ഇപ്പൊ എല്ലാവർക്കും വാങ്ങാനും കൂടിന്റെ ആവശ്യം. ഇപ്പൊ ഓരോരുത്തർക്കും അങ്ങനെയുള്ള സ്ഥിതിഗതികൾ കൂടുതൽ ആവും ചെയ്യുന്നുണ്ട്. ഡയലോഗ് അത്രയൊന്നും വേണ്ട. ചെറുതായിട്ട് എന്തെങ്കിലും മതി. അതിപ്പോ എന്താ ഈ
പുറത്ത് കാണുന്ന ഈ കാഴ്ച എന്തൊക്കെ മനുഷ്യന്മാർ കൊണ്ടുപോകും ഉള്ളിൽ ഒരാൾക്ക് അറിയില്ല തുണി കുപ്പായം പേരും കണ്ടുകാണ്ട് ചില ആൾക്കാർക്ക് കിട്ടൂല ഞാൻ ഇച്ചിങ്ങനെ പറഞ്ഞ ചിച്ചയെ പൂതി ഞാൻ ആവശ്യമില്ല എനിക്ക് അമ്പൂല്ല കേട്ടോ നമ്മളതിന്റെ ആഗ്രഹം അത് കിട്ടാതിരിക്കട്ടെ എന്നുള്ളൊരു അവസ്ഥ ഇന്ത്യ കഴിഞ്ഞു പോകണം എന്നുള്ളൊരു അവസ്ഥ അങ്ങനത്തെ പൂതി എപ്പോഴും ഒരു മാണ്ടേണ്ടത് അപ്പൊ അറിയാം അങ്ങനെയാണ് നാട്ടിൽ സ്ഥിതിയെന്ന് പറയാം ആളെ അവസ്ഥ നോക്കിയിട്ടല്ല കൊടുക്കുന്നത് പറയാം. ആക്ഷൻ. ആളെ അവസ്ഥ നോക്കിയിട്ടല്ല ഇപ്പൊ കൊടുക്കുന്നത്. ഇപ്പൊ എല്ലാവർക്കും ഇപ്പൊ അതിന്റെ പുതിയൊന്നും ഉണ്ടാവില്ല. അതിന്റെ അവസ്ഥ ആദരിക്കട്ടെ. അല്ലേ എന്താ ഈ ബാക്കി കുറച്ച് ബാക്കി നല്ലത് ഞാൻ പോട്ടെ കഴിഞ്ഞു. കാത്തിട്ടുണ്ട് ചേണ്ടി ബോസ് കൊണ്ടുമുറിന്റെ കഴിഞ്ഞില്ല. ഇനി ആട് പോണ്ട ആ തേക്കോട്ട് ഞാൻ പോട്ടാ തേക്കോട്ടെ. പിന്നെ കൊറേ ആൾക്കാർ ചോദിച്ചിരുന്നു മമ്മൂട്ടിയാക്കാനെ മിനി കൂപ്പർ ഒന്ന് കാട്ടി കൊടുക്കുമെന്ന്. ഇതൊക്കെ നമ്മളെ മമ്മൂട്ടിയാക്കാനെ മിനി കൂപ്പറാണ് കൊറേ ആൾക്കാർ ചോദിച്ചു. കുട്ടികളെ രണ്ടാളെ കാര്യം തന്നെ ഞാൻ പറഞ്ഞു ഇവിടെ ഇറങ്ങിയില്ല അങ്ങനെ തോന്നലുണ്ടാവും. എന്നോട് മാത്രം ആവശ്യത്തിന് പറയാം. ആ ഡയലോഗ് ഈ പാടൊക്കെ നോക്കിയാലൊന്നും കുഴപ്പമില്ല. ഈ സാധനത്ത് നമുക്ക് നോക്കാന്നാ മതി. ഈ സാധനം നമുക്ക് നോക്കുന്ന മൂക്കിൽ നോക്കാം. കാരണം വീരാന്ന് പറഞ്ഞ ആൾ ഇവിടെ കുറെ ഉണ്ട്. ആ സുലൈമാൻ നിങ്ങളെ ഒരു അഡ്രസ് എന്തെങ്കിലും പറഞ്ഞുതരാണെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നു. അല്ലാതെ ഏത് ഇതിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തരാം. ആക്ഷൻ. എന്നാ ശരി, വലിയ ഉപകാരമായി. ഞാൻ പോയി നോക്കട്ടെ. ഇൻഷാ അല്ലാഹ് പിന്നെ കാണാം. ഓക്കെ ബാക്കപ്പ് വേണ്ട മതി, കഴിഞ്ഞു. ഓക്കെ ഓന്റെ നോട്ടം ക്ലിയറാണ്. കഴിഞ്ഞു. കയറ് വലുപ്പുള്ള വേണോ? അതോട്ടെ കയറ് കുറച്ച് വലുപ്പാക്കണോ? മമ്മൂട്ടിയാക്കാന്റെ ഗിഫ്റ്റാ. കടിച്ചോട്ടെ, അത് കുഴപ്പമില്ല. മറ്റേ വീഡിയോന്റെ മാതിരിയാവോ ഓന്റെ ആട് കടിച്ചു പറഞ്ഞിട്ട്? അത് കമ്പനി അത് കാര്യമാണ് ആവറേജ് ഉള്ളൂ. ഇപ്പോഴും ഉണ്ടാവും. ഞാൻ ബന്ധപ്പെട്ടതാണ്.